യുദ്ധത്തെ തുടർന്ന് ഗൾഫിൽ കുടുങ്ങിയ മലയാളികളുമായുള്ള വിമാനങ്ങൾ കൊച്ചി കരിപ്പൂർ വിമാനത്താവളങ്ങളിലെത്തി. ദുബായിൽ നിന്നുള്ള എത്തിഹാദ് വിമാനമാണ് പ്രവാസികളുമായി നെടുമ്പാശ്ശേരിയിൽ പറന്നിറങ്ങിയത്. വിത്തിൻ 5 minutes സൗണ്ട് കേൾക്കാൻ തുടങ്ങി. ശരിക്കും ഒരു ദൂരെ നിന്നൊരു വെടിക്കെട്ട് പൊട്ടണ പോലെ. അതെ, അപ്പം തന്നെ ഞങ്ങളൊക്കെ ആകെ അമ്പരന്നു. കണ്ണൊക്കെ നിറഞ്ഞു. വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും ഇനിയിപ്പം എന്താവും അറിയില്ല. അപ്പോഴേക്കും മോളിക്കൂടെ ഫൈറ്റർ ജെറ്റ്സ് ഒക്കെ പറന്നു തുടങ്ങി. ഇങ്ങനെയൊരു കണ്ടീഷൻ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടുള്ളൂ. ഈവൻ ഞങ്ങൾ ഹോട്ടൽ റൂമിന് വേണ്ടി ലൈനിൽ വെയിറ്റ് ചെയ്യുമ്പോൾ പോലും വീണ്ടും എമർജൻസി ഫോണിൽ വന്നു. അപ്പോൾ തന്നെ വീണ്ടും സൗണ്ട് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ കൂടുതൽ പാനിക്കാവുക ചെയ്തത്. പക്ഷേ ഞാൻ പോയത് ഇത്തിഹാദ് ഫ്ലൈറ്റിനാണ്. നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു, എല്ലാം സ്മൂത്തായിരുന്നു. അവർ തന്നെ ഞങ്ങൾക്ക് അവിടെ 2 ഓവർനൈറ്റ് സ്റ്റേയും ഫുഡും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കറക്റ്റ് ഇമെയിൽ തന്നു, പ്രോപ്പർ സീറ്റൊക്കെ തന്ന് അവരുടെ വണ്ടി തന്നെ വന്ന് ഞങ്ങളെ എയർപോർട്ടിലേക്ക് കൊണ്ടുവന്നു. അബുദാബിയിൽ കുടുങ്ങിയവരുമായുള്ള ഇത്തിഹാദ് വിമാനം ഡൽഹിയിലും എത്തിയിരുന്നു. സാഹചര്യം വിലയിരുത്താൻ വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡുവിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. മിഡിൽ ഈസ്റ്റിലെ വിമാന സർവീസുകൾ റദ്ദാക്കിയ നടപടി നാളെ വരെ നീട്ടിയതായി എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. അതിനിടെ ജിദ്ദയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകൾ ഇൻഡിഗോ പ്രത്യേക സർവീസുകൾക്ക് തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. ജിദ്ദയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നാളെ മുതൽ 4 പ്രത്യേക വിമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. മുംബൈ, ഹൈദരാബാദ്, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലേക്കായിരിക്കും ഇൻഡിഗോയുടെ പ്രത്യേക സർവീസ് എന്ന വിവരം കൂടി വരുന്നുണ്ട്. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ആൻമരിയ, ഇപ്പോൾ ആശ്വാസ തീരത്തേക്ക് എത്തിയിരിക്കുകയാണ് അവിടെ കുടുങ്ങിക്കിടന്നവർ. അവരെങ്ങനെ പ്രതികരിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ അവർ അറിയിച്ചു? ആൻമരിയ. ഉന്മേഷത്തിന് തികച്ചും വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾക്കായിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളം, അതോടൊപ്പം തന്നെ കരിപ്പൂരും ഡൽഹിയും അടക്കമുള്ള എല്ലാ വിമാനത്താവളങ്ങളും കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് സാക്ഷ്യം വഹിക്കുന്നത്. ഏകദേശം 200ഓളം ആളുകളാണ് ഡൽഹിയിലേക്ക് തിരിച്ചെത്തിയത്. 127 ആളുകൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കും തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. 10:02 കൂടിയാണ് എത്തിഹാദ് വിമാനം അബുദാബിയിൽ നിന്നും കൊച്ചിയിലേക്ക് ലാൻഡ് ചെയ്യുന്നത്. തുടർന്ന് 127ഓളം യാത്രക്കാർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി തിരികെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി. ഒരുപാട് ആളുകളുടെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രതികരിക്കുന്നവരെല്ലാവരും പറഞ്ഞിരിക്കുന്നത് തികച്ചും വൈകാരികമായിട്ടുള്ള പല പ്രതികരണങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ യാതൊരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകളും അവിടെ ഉണ്ടായിരുന്നില്ല. പുറത്തുള്ള ഭീകരമായിട്ടുള്ള അന്തരീക്ഷങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും തികച്ചും സൗഹാർദ്ദപരമായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു നൽകിക്കൊണ്ടായിരുന്നു എയർപോർട്ട് അധികൃതരുടെ ഭാഗത്തു നിന്നുമുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നും പറയുന്നു. ചേട്ടാ, എവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാ? അബുദാബി ഫ്ലൈറ്റ്. അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കുടുങ്ങിയതാണോ അതോ അവിടെ തന്നെ? അല്ലല്ല, ഞാൻ എടുത്ത ഡേറ്റിൽ തന്നെ വന്നെന്നുള്ളതാണ്. പക്ഷേ ക്യാൻസൽഡ് ആയിരുന്നു. എനിക്കത് സമയത്തിന് എനിക്ക് വരാൻ പറ്റി. എയർപോർട്ടിൽ എത്തിയപ്പോൾ ഒരു 2.5 മണിക്കൂർ വെയിറ്റ് ചെയ്തേണ്ടി വന്നു. കറക്റ്റ് 5 മണിക്ക് തന്നെ എടുക്കുകയും ചെയ്തു. 2:30 ഫ്ലൈറ്റ് ആയിരുന്നു. കുഴപ്പമില്ലാതെ ഞാൻ എത്തി. നിലവിലെ അവിടുത്തെ സാഹചര്യങ്ങൾ വരും, മിസൈൽ ചെയ്തണക്ക് വരുമല്ലായിരുന്നു. പക്ഷേ ഞാൻ വരുന്ന സമയത്ത് തന്നെ രാവിലെ ചെയ്തണക്ക് മിസൈൽ വന്നിട്ടുണ്ടായിരുന്നു, അവിടെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ യാതൊരു കുഴപ്പമില്ലായിരുന്നു. ഫ്ലൈറ്റും കൂടെ ഡിലേ ആയപ്പോൾ ഇച്ചിരി ടെൻഷനായിപ്പോയി, ക്യാൻസൽ ആകുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഇത് തന്നെയാണ് പല ആളുകളുടെയും ഭാഗത്തു നിന്ന് വന്ന പ്രതികരണങ്ങൾ. ഇങ്ങനെ തന്നെയായിരുന്നു. ആശ്വാസകരമായിട്ടുള്ള വാക്കുകളാണ് അവർ പറയുന്നത്. പലതരത്തിലുള്ള ആശങ്കകളും മനസ്സിലൂടെ ഓടുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നു. ചിലരെല്ലാം ഇന്ന് തന്നെയാണ് ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ചിലരൊക്കെ 28-ാം തീയതിയൊക്കെ വന്ന് എയർപോർട്ടിൽ എത്തിയതിനു ശേഷം ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുന്നു. തുടർന്ന് എയർപോർട്ടിൽ നിന്നും അവർ അതിനനുസരിച്ചുള്ള ഹോട്ടലും ഭക്ഷണവും അടക്കമുള്ള കാര്യങ്ങളെല്ലാം സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് അവിടേക്ക് മാറിയിട്ടുണ്ട് എന്ന് പറയുന്നു. പല ആളുകൾക്കും ഇന്ന് തന്നെ ആയതുകൊണ്ട് തന്നെ അതിലൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. ആദ്യം 2:30-ക്കായിരുന്നു ഫ്ലൈറ്റിൻ്റെ സമയം പറഞ്ഞതിന് ശേഷം. എന്നിരുന്നാൽ പോലും കുറച്ച് അതിനുശേഷം ഒരു 2 മണിക്കൂറോളം ഡിലേ ആയതിനു ശേഷമാണ് ഫ്ലൈറ്റ് അബുദാബിയിൽ നിന്നും പുറപ്പെട്ടത്. 127 യാത്രക്കാരാണ് നെടുമ്പാശ്ശേരിയിലേക്ക് ഉണ്ടായിരുന്നത്. 200ഓളം പേരും ഡൽഹിയിലേക്കും ഉണ്ടായിരുന്നു. അങ്ങനെ പല എത്തിഹാദ് ഫ്ലൈറ്റുകളിൽ നിന്നായിട്ടാണ് പല ആളുകളും എത്തിച്ചേർന്നിരിക്കുന്നത്. നാളെ രാവിലെ 5:55 ഡൽഹിയിൽ നിന്നുള്ള എയർ ഇന്ത്യ വിമാനത്താവളത്തിൽ കറാച്ചിയിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്ന ഇന്ത്യക്കാരും അവർ ഡൽഹിയിൽ നിന്നും ഫ്ലൈറ്റ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് കയറും. ഏകദേശം ഒരു 8:30, 8:25, 9 മണി സമയത്തോടു കൂടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കും അവരും എത്തും. അങ്ങനെ ആശ്വാസ തീരത്തേക്ക് പല ആളുകളും എത്തിച്ചേർന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രവാസികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഒരുപാട് ആശങ്കകൾ അറിയിച്ചുകൊണ്ട് ഉറ്റവരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ കൂടി നിൽക്കുന്നത് നമ്മൾ കണ്ടു. ആദ്യമൊക്കെ നമ്മൾ വന്ന സമയത്താണെങ്കിൽ പോലും പലരും അറിഞ്ഞൊക്കെ എത്തുന്നേ പെട്ടെന്നായിരുന്നു ഇവരെ വിവരങ്ങളെല്ലാം അറിയിച്ചത് എന്നും പല ആളുകളും പറയുന്നുണ്ടായിരുന്നു. ഈ എയർപോർട്ടിലെത്തി വിമാനത്തിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് പോലും അതിലെ മിസൈൽ പോകുന്നതായിട്ടും പല ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. പല ആളുകളോട് സംസാരിക്കുമ്പോഴാണെങ്കിൽ പോലും അതിൻ്റെ എല്ലാം തൊട്ട മുന്നിൽ നിന്നും ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഈ എയർപോർട്ടിലേക്ക് എത്തിയ ആളുകൾ ഉണ്ടായിരുന്നുവെന്നും അവരോട് ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞുവെന്നും ഒക്കെ ആളുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു.
അവസ്ഥയിലായിരുന്നു. അങ്ങനെ ആശ്വാസകരമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ ഈ യുദ്ധമുഖത്ത് നിന്നും കാണുന്നുണ്ട്. അവിടെ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളായിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ പ്രവാസികളായിട്ടുള്ള നിരവധിയായിട്ടുള്ള ആളുകളെ ഇതിനോടകം തന്നെ അവരുടെ തിരികെ അവരുടെ നാടുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. നാളെയും വരും മണിക്കൂറുകളിലും ഈ രീതിയിൽ തന്നെ സർവീസുകൾ ആരംഭിക്കുമെന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.